എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇഷ്യൂവിനെ മതവുമായിട്ട് കൂട്ടിക്കലർത്താൻ അല്ലെങ്കിൽ ഇത് പൊളിറ്റിക്കലി ആക്കി തീർക്കാൻ പലരും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കാനാണ് മനാഫ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇതിനകത്ത് ഒരു മതം കൂട്ടിക്കലർത്തരുത്. സോ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക, കേസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയില്ലായ്മ എന്നേ പറയാൻ പറ്റൂ. ഈ അർജുൻ്റെ ഫാമിലി ആ ഒരു പ്രസ് മീറ്റ് വിളിച്ചത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതേ തുടർന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടിയത്. ഇനി കൂടുതൽ കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഈ കേസ് കൊടുത്തതിൻ്റെ പേരിലായിരിക്കും. ഈ കമൻറ്റിലൂടെ സൈബർ ബുള്ളിങ് നടത്തുന്നത് അവന്മാരെ ഒന്നും പിടിച്ച് ഇവിടെ ശിക്ഷിക്കാനുള്ള വലിയ വകുപ്പൊന്നും ഇവിടെ ഒന്നും ഇല്ല. നിങ്ങൾ കേസ് കൊടുത്തെന്നും പറഞ്ഞാൽ അതൊന്നും തീരാനും പോകുന്നില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുക, അതേ ഉള്ളൂ ഇത് തീർക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. നിങ്ങളെ മറക്കും, വേറൊരു സെൻസേഷൻ ന്യൂസ് വരുമ്പോഴത്തേക്കും നിങ്ങളെ മറക്കും ആൾക്കാർ. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വയം നിങ്ങൾ തന്നെ തനിയെ ഒരു ലേബൽ ഉണ്ടാക്കി എടുത്തു, നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ എന്നുള്ള ലേബൽ. ഇത്രയും നാൾ കമന്റ് സെക്ഷനിൽ മാത്രമായിരുന്നു, ഇപ്പം സ്വയം ആ കിരീടം എടുത്ത് നിങ്ങൾ തന്നെ തലയിലോട്ടങ്ങ് വെച്ച്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്കെതിരെ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. പക്ഷെ അതിനകത്ത് മനാഫിന്റെ പേര് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യകത എന്തായിരുന്നു? അങ്ങേര് എത്ര തവണ വേണമെങ്കിലും മാപ്പ് പറയാമെന്ന് ഇന്നലെ ആ ഒരു പ്രസ് മീറ്റ് വന്നിരുന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അയാൾക്കെതിരെ പറഞ്ഞ ഓരോ ആരോപണങ്ങളും എണ്ണി അതിന്റെ കൃത്യമായ മറുപടി അങ്ങേര് തന്നതാണ്. ആ ഒരു പ്രസ് മീറ്റ് അങ്ങേര് വിളിച്ചതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്കെതിരെയുള്ള സൈബർ ബുള്ളിങ് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോഴും നിങ്ങൾ അയാളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേര് നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് പോലും അങ്ങേര് നിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ നിൽക്കാൻ പറ്റും പറ? ഇനി അങ്ങേര് എന്താണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരേണ്ടത്? അങ്ങേർക്ക് പറ്റിയ തെറ്റെല്ലാം തുറന്നങ്ങേര് മാപ്പ് അപേക്ഷിച്ചു. ഇനിയും മാപ്പ് പറയാൻ തയ്യാറാണെന്നും പറയുന്നു. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത 2 വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെയുള്ള ബാഡ് കമന്റ്സ് നിർത്തുക, സൈബർ ബുള്ളി ചെയ്യരുതേ എന്ന് ഞാൻ തന്നെ പലതവണയായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. നമുക്കൊക്കെ പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരാൾ വന്ന് നമ്മളെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെടുത്ത് തർക്കിക്കാൻ പറ്റും, 10 പേരെടുത്ത് ചിലപ്പോൾ തർക്കിക്കാൻ പറ്റും. 1000 പേരും 10,000 പേരും 1,00,000 പേരും ഒരുമിച്ച് വന്ന് തെറി പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ തർക്കിച്ച് നിൽക്കാൻ പറ്റില്ല. മിണ്ടാതിരിക്കുക. ഇത് ആളുകൾ മറക്കും, ഈ നേരവും കടന്നു പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ മനാഫാണ് അതിന് കാരണം. മനാഫിന്റെ അല്ലാണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയത്തില്ല. അങ്ങേരെ എന്ത് ടൈപ്പ് കച്ചവടം നടത്തുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങേരെ റെസ്പെക്ട് ചെയ്യുന്നത്, ഞാൻ അങ്ങേരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങേര് ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. അങ്ങേര് ഇനി ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നോ അങ്ങേരിനി എന്താണെന്നോ എനിക്കറിയില്ല, എനിക്കിനി അറിയാൻ വേണ്ട. ഇനി ചിലപ്പോൾ നാളെ മനാഫിനെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ജനങ്ങൾ തന്നെ മനാഫിനെതിരെ വേണമെങ്കിൽ തിരിയാം. നമ്മളൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങേര് നമ്മളെ കാണിച്ചു തന്ന ഒരു പ്രവൃത്തി, അങ്ങേര് ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ, അതിന് വില കൽപ്പിക്കാൻ രീതിയിൽ ഇങ്ങനെ ഈ പറയുന്ന കടയാളി മക്കൾ വന്ന് സംസാരിക്കുമ്പോൾ ഇവന്റെയൊക്കെ ചെവളയടിച്ച് പൊട്ടിക്കാനേ തോന്നത്തുള്ളൂ. ഇവരൊക്കെ എതിരെയാണ് ആദ്യം FIR ഇട്ട് കേസ് എടുക്കേണ്ടത്. ഇതൊക്കെയാണ് ശരിക്കും കലാപാഹ്വാനം. ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിച്ച് എൻ്റെ പൊന്നോ, കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. ഇവനൊക്കെ എവിടെങ്കിലും കാണുവാണെങ്കിൽ കല്ല് മറക്കി വരണം. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ശരിയെങ്കിൽ